അപ്പൊ ക്രിസ്മസ് എക്സാം വരാൻ പോവാണ്. അതായത് നമ്മൾ സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷൻ വരാൻ പോവാണ്. സോ അതിനു വേണ്ട ഗംഭീര തയ്യാറെടുപ്പുകൾ നിങ്ങൾ ഓരോരുത്തരും തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളെ കൂടെ എന്നും സൈലം ഫാമിലി ഉണ്ടാവും. അതായത് നമുക്ക് എക്സാം റിലേറ്റഡ് ഒരുപാട് സർപ്രൈസുകൾ കാര്യങ്ങളൊക്കെ തന്നെ വരാനുണ്ട്. അതെല്ലാം ഏറെ വൈകാതെ തന്നെ നമ്മൾ റിവീൽ ചെയ്യും. അപ്പൊ ഓണത്തിന്റെ എക്സാം, അതായത് ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ എത്രത്തോളം ഉഷാറാക്കി നിങ്ങൾ ഓരോരുത്തരും എഴുതിയോ, ഓരോരുത്തർക്കും എത്രത്തോളം നല്ല റിസൾട്ട് കിട്ടിയോ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതേപോലെ തന്നെ ഈ സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷനും നമ്മൾ കളറാക്കും, നമ്മൾ സെറ്റാക്കും. ഇത് സൈലം നിങ്ങൾക്ക് തരുന്ന ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ ജസ്റ്റ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് അതിന്റെ തൊട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് SSLC റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എന്തൊക്കെയാണ് എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയ ഒരുപാട് വീഡിയോസ് ഈ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അതെല്ലാം നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് SSLC സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷൻ, അതില് ബയോളജി ആയിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. അപ്പൊ കുറെ കുട്ടികൾ കമന്റിലൂടെയും അതേപോലെ തന്നെ മെസ്സേജസിലൂടെയും ആൻഡ് നമ്മളുടെ ആപ്പിൽ, അതായത് സൈലം ലേണിംഗ് ആപ്പിൽ ജോയിൻ ചെയ്ത കുട്ടികളാണെങ്കിൽ ലൈവ് സെഷൻസിലൂടെ ഒക്കെ തന്നെ നമ്മളടുത്ത് ചോദിക്കാറുണ്ട്, ബയോളജിയിൽ ഏതൊക്കെയാണ് എക്സാം ടോപ്പിക്സ്, അല്ലെങ്കിൽ സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടത്. അങ്ങനെ ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കെല്ലാമായിട്ടുള്ള ഒരു ഉത്തരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ആൻഡ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബയോളജിയിൽ സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ട് ആൻഡ് ഓരോ ചാപ്റ്റേഴ്സിന്റെയും വെയിറ്റേജ് എത്രത്തോളമാണ്, ആ ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നോക്കാം. ആൻഡ് ഹിയർ നിങ്ങൾക്ക് കാണാം ചാപ്റ്റർ നമ്പർ 4, അതായത് കീപ്പിംഗ് ഡിസീസസ് എവേ, അകറ്റി നിർത്താം രോഗങ്ങളെ. ഈ ഒരു ചാപ്റ്റർ മുതലായിരിക്കും നമുക്ക് സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷന് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവുക എന്ന് കരുതി ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ടാവും അല്ലെ. ഞാൻ അതിലോട്ട് വരാം. അപ്പൊ ഈ 4th ചാപ്റ്റർ, അതായത് കീപ്പിംഗ് ഡിസീസസ് എവേ എന്ന ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ഹിയർ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 6 to 8 മാർക്സിന് വരെയാണ് SSLC പബ്ലിക് എക്സാമിനേഷന് ഉണ്ടാവാറുള്ള ചോദ്യങ്ങൾ. ഏകദേശം 6 മാർക്ക് മുതൽ 8 മാർക്ക് വരെ ഓർ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഏകദേശം ഈ ഒരു രീതിയിലാണ് ഈ ഒരു ചാപ്റ്ററിന്റെ വെയിറ്റേജ് വരുന്നത്. ഇതിൽ നിന്ന് കൂടാം, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറയൊക്കെ ചെയ്യാം കേട്ടോ. ഇറ്റ് ഡിപ്പെൻസ്. ചിലപ്പോൾ 6 5 ആവാം, എന്റെ 8 എന്താവാം, 9 ആവാം, ചെറിയ വേരിയേഷൻസ് ഒക്കെ വരാം. അപ്പൊ ഈ ചാപ്റ്റർ എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു കാരണവശാലും സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷന് വേണ്ടി സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്റർ ആണ്. അതേപോലെ അടുത്ത ചാപ്റ്റർ നമ്പർ 5, സോൾജേഴ്സ് ഓഫ് ഡിഫൻസ് അഥവാ പ്രതിരോധത്തിന്റെ കാവലാളുകൾ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് തോന്നുമെങ്കിലും വളരെ സിമ്പിൾ ആയ കുറച്ച് കാര്യങ്ങളുള്ള ചാപ്റ്റർ ആണ് ചാപ്റ്റർ നമ്പർ 5. അതായത് നമ്മളെ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജിലോട്ട് പോയാൽ ഈ ചാപ്റ്ററിൽ നിന്ന് ഏകദേശം 7 മുതൽ 8 മാർക്കിന് വരെയാണ് നമ്മളെ പബ്ലിക് എക്സാമിന് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കാണാറുള്ളത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉപകാരം എന്താ, അതായത് പബ്ലിക് എക്സാമിന് ഇത്രയും മാർക്ക് എല്ലാം തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഈ ചാപ്റ്റർ ഒക്കെ ഇപ്പൊ തറവാക്കിയാൽ ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ചാപ്റ്റർ, അതായത് ചാപ്റ്റർ നമ്പർ 6, അല്ലെങ്കിൽ അൺട്രാവലിംഗ് ജെനറ്റിക് മിസ്റ്ററീസ് അഥവാ ഇഴപിരിയുന്ന ജനിതക രഹസ്യങ്ങൾ. ഒരുപാട് പേർക്ക് കുറച്ചെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ ആണിത്. കാരണം ജെനറ്റിക്സ് അല്ലേ, ജെനറ്റിക്സ് ആണ് മിസ്സേ, പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല, അങ്ങനെ ഒരുപാട് മക്കൾ പറയാറുണ്ട്. ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിങ്ങൾക്ക് സിമ്പിൾ ആക്കി പറഞ്ഞു തരാനായിട്ട് സൈലത്തിന്റെ ടീം തന്നെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് വേണ്ട കാര്യങ്ങളും ജെനറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ലൈവിലൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഡോണ്ട് വറി. ആൻഡ് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജിലോട്ട് പോയാൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 6 to 7 മാർക്കിന് വരെയാണ് ചോദ്യങ്ങൾ ഉണ്ടാവാറ് പബ്ലിക് എക്സാമിന്. സോ ഇപ്പൊ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം അപ്പോഴത്തേക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു മാർക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. ആൻഡ് അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ നമ്പർ 7, ജെനറ്റിക്സ് ഓഫ് ദ ഫ്യൂച്ചർ, അതായത് നാളെയുടെ ജനിതകം.
ഈ ചാപ്റ്ററും ഏകദേശം ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു കണ്ടിന്യൂഷൻ ഒക്കെ ആയിട്ട് നമുക്ക് പറയാം അല്ലെ. ജെനറ്റിക്സ് റിലേറ്റഡ് 2 ചാപ്റ്റേഴ്സ് വരുന്നത് രണ്ടാമത്തെ ചാപ്റ്റർ ആണിത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏകദേശം 3 മുതൽ 6 മാർക്കിന് വരെയുള്ള ചോദ്യങ്ങളാണ് പബ്ലിക് എക്സാമിന് ഉണ്ടാവുക. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ ഏകദേശം വെയിറ്റേജ് എന്ന് പറയുന്നത് 3 to 6 ആണ്. ചെറിയ ചാപ്റ്റർ അല്ലേ. അപ്പം ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങളെ പൊതുവെ ഉണ്ടാവാറുള്ളൂ സെക്കൻഡ് ടേമിന്. അപ്പൊ നിങ്ങൾ ഓർക്കും വെയിറ്റേജ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് പബ്ലിക് എക്സാമിന് ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് വരുന്ന വെയിറ്റേജ് ആണല്ലോ എന്ന് നിങ്ങൾ ഓർക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷന് ഈ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും 10 മാർക്കിന് വരെ ചോദ്യങ്ങൾ ഉണ്ടാവാം. കാരണം നമുക്ക് സെക്കൻഡ് ടേമിന് അധികം ചാപ്റ്റേഴ്സ് ഒന്നും ഇല്ലല്ലോ, മൊത്തമായിട്ടുള്ള ചാപ്റ്റേഴ്സ് സെക്കൻഡ് ടേമിന് ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഓരോ ചാപ്റ്ററിൽ നിന്നും 10 മാർക്കിന് വീതമുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, അതായത് ഇത്രയും ചാപ്റ്റേഴ്സ്, ചാപ്റ്റർ നമ്പർ 4, ചാപ്റ്റർ 4, 5, 6 and 7 ഇത്രയാണ് സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ചാപ്റ്റർ എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, വാട്ട് അബൌട്ട് ചാപ്റ്റർ നമ്പർ 1, 2 and 3? ചാപ്റ്റർ 1, 2, 3 ഞങ്ങൾ പഠിക്കേണ്ട എന്ന് നിങ്ങൾ ചിന്തിക്കും. ഒരിക്കലും നിങ്ങൾ പഠിക്കേണ്ട എന്നല്ല പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 20% വരെ ചോദ്യങ്ങൾ എവിടെ ഉണ്ടാവാം, സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷൻ ഉണ്ടാവാം. കുറച്ച് ചോദ്യങ്ങൾ, ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ചോദ്യമെങ്കിലും എവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷന് എക്സ്പെക്ട് ചെയ്യാം. അത് ചിലപ്പോൾ 1 മാർക്കിൻ്റെതാവാം, 2 മാർക്കിൻ്റെതാവാം, 3 മാർക്കിൻ്റെതാവാം, ഇനി അതല്ലെങ്കിൽ 5 മാർക്ക് 4 മാർക്കിന്റെ ഒക്കെ ബ്രെയിൻ്റെ സ്ട്രക്ചർ ആവാം. അങ്ങനെയൊക്കെ നമ്മളോട് എവിടുന്ന് ചോദിക്കാം, ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇത്രയും ചാപ്റ്റേഴ്സിന്, അതായത് ഞാൻ ആദ്യം പറഞ്ഞ ഇത്രയും ചാപ്റ്റേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇത്രയും ചാപ്റ്റേഴ്സിലെ ഒരു കാര്യം പോലും സ്കിപ്പ് ചെയ്യാതെ എല്ലാം നന്നായിട്ട് തറവാക്കിയിട്ട് പഠിക്കുക. ആൻഡ് ഈ ചാപ്റ്റർ ഓൾറെഡി പഠിച്ചവരാണ് നിങ്ങൾ, ഈ ചാപ്റ്റർ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷന് ഫുൾ മാർക്ക് ഉറപ്പിക്കാം. ആൻഡ് ഈ ഓരോ ചാപ്റ്ററിൽ നിന്നും എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, അതൊക്കെ തന്നെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് അതേപോലെ തന്നെ നിങ്ങൾ മറക്കണ്ട, നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് സർപ്രൈസുകളുമായിട്ട് Xylem ഫാമിലി ഇവിടെ റെഡിയാണ്. അതായത് നിങ്ങൾക്കുള്ള ലൈവ് സെഷൻസ് ആൻഡ് ഷോർട്ട് ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ ചെറിയ ചെറിയ ക്യാപ്സ്യൂൾസ് ഒക്കെ തന്നെ ആയിട്ടും Xylem ഫാമിലി റെഡിയാണ്. എക്സാമിനെ നേരിടാനായിട്ട് നിങ്ങൾ ഓരോരുത്തരെയും സെറ്റ് ആക്കാനായിട്ട് ഞങ്ങളുണ്ട് ഇവിടെ. അപ്പൊ ഞങ്ങൾ ഉണ്ടെന്ന വിശ്വാസം നിങ്ങൾ ഉണ്ടാവുക. ആൻഡ് അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് കൂടി ഇത് കണ്ടാൽ അവർക്കും ഉപകാരമാവും എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ട് ജസ്റ്റ് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ആൻഡ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയില് കൂടുതൽ കാര്യങ്ങൾ, ബയോളജി എക്സാമിന് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.